അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് മുടങ്ങണ്ട എന്ന് കരുതി ഞാൻ ഏതാനും വോയിസുകൾ അയക്കുകയാണ്. വാപ്പയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്, സുലമി സാറിൻ്റെ. അപ്പോൾ ഞാൻ ഏതാനും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തുന്നത്. അങ്ങാടിയിലായതുകൊണ്ട് തന്നെ ആയത്തുകളും ഹദീസുകളും റെഫർ ചെയ്യാനും മറ്റും സാധിച്ചിട്ടില്ലെങ്കിലും ഏതാനും മനസ്സിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നോമ്പ് നമ്മൾ ഒരു റമദാൻ മാസത്തിലേക്ക് കൂടി കടന്ന് എത്തിയിരിക്കുകയാണ്. അതിനർത്ഥം നമുക്കൊരു വയസ്സ് കൂടി അധികമായിരിക്കുന്നു. ഖബറിലേക്കുള്ള ദൂരം കുറച്ചുകൂടി കുറഞ്ഞിരിക്കുകയാണ് നമുക്ക്. മനുഷ്യൻ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ബർസഖ് വരെയുള്ള ജീവിത കാലഘട്ടമാണ് മനുഷ്യൻ്റെ രണ്ടാമത്തെ ജീവിത കാലഘട്ടം. ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മാതാവിൻ്റെയും പിതാവിൻ്റെയും രണ്ട് അർദ്ധകോശങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സിക്താണ്ഡമായത് മുതൽ, ഭ്രൂണമായത് മുതൽ, മാംസകഷ്ണമായത് മുതൽ, ഒരു മനുഷ്യക്കുഞ്ഞായത് മുതലുള്ള മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പ്രസവിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഒന്നാമത്തെ കാലഘട്ടം മനുഷ്യൻ്റെ. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രസവിച്ചത് മുതൽ ബർസഖ് വരെയുള്ള കാലഘട്ടമാണ്. ആ ബർസഖ് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ദൂരം ഒരു വർഷം കൂടെ കുറഞ്ഞിരിക്കുകയാണ് നമുക്ക്. കാരണം ഒരു റമദാൻ കൂടി നമ്മളിലേക്ക് എത്തിച്ചേർന്നു. റമദാൻ എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമാണ്, നമുക്കറിയാം. മനുഷ്യൻ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്ന ഒരു പ്രകൃതി ആണ് മനുഷ്യന് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തെറ്റിലേക്ക് മനുഷ്യ മനസ്സിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, തെറ്റിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യ ശരീരത്തെ തെറ്റുകൾ ചെയ്യിക്കാൻ ആരെ കൊണ്ട് സാധിക്കും അറിയാം? മനുഷ്യ മനസ്സിനെ സാധിക്കും. മനുഷ്യ മനസ്സിന് മനുഷ്യ ശരീരങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ സാധിക്കും. ശരീരത്തിനാണോ മനസ്സിനാണോ പവർ കൂടുക? ശക്തി കൂടുതലായിരിക്കാം മനുഷ്യൻ്റെ മനസ്സിനാ ശക്തി. കാരണം എന്താ അറിയോ? കണ്ണുകളെ കൊണ്ട് തെറ്റിയിക്കാൻ ആർക്ക് സാധിക്കും? മനുഷ്യൻ്റെ മനസ്സിന് സാധിക്കും. കാതുകളെ കൊണ്ട് തെറ്റിയിക്കാൻ മനുഷ്യൻ്റെ മനസ്സിന് സാധിക്കും. ശാരീരിക അവയവങ്ങളെ കൊണ്ട് മുഴുവനും തെറ്റ് ചെയ്യിക്കാൻ മനുഷ്യൻ്റെ മനസ്സിന് സാധിക്കും. മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയാൽ തെറ്റുകൾ ചെയ്യാൻ നമുക്കുള്ള അവസരങ്ങൾ നമുക്ക് കുറയും. മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ നോമ്പ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ മനസ്സിന് അപാരമായ ശക്തിയുണ്ട്. മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ മനസ്സിനുണ്ട്. കണ്ണിനെ കൊണ്ട് തെറ്റായ നോട്ടം ഉണ്ടാക്കുന്നതാരാ? മനുഷ്യൻ്റെ മനസ്സാ. ചെവിയെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ കേൾക്കാനുള്ള പ്രേരണ നൽകുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. അതുപോലെ നാവിനെ കൊണ്ട് തെറ്റായ കാര്യങ്ങളെ പറയുവാനുള്ള, ഏഷണയും പരദൂഷണവും അടക്കം, കള്ളവും അടക്കം പറയാനുള്ള പ്രേരണ നൽകുന്നതാരാ? മനുഷ്യൻ്റെ മനസ്സാ. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തിയാൽ മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ തെറ്റിൽ നിന്ന് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇപ്പം ഈ ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. അപ്പം ആത്യന്തികമായിട്ട് വേണ്ടത് എന്താ? മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തണം തെറ്റുകളിൽ നിന്ന്. ആ തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സ് നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു ട്രെയിനിങ് ആണ്, പരിശീലനമാണ് യഥാർത്ഥത്തിൽ നോമ്പ്. നോമ്പുകാരനാകുമ്പോൾ തെറ്റായ ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ ഉടനെ അവൻ മനസ്സിനെ ബോധ്യപ്പെടുത്തും. ബോധപൂർവം അവൻ മനസ്സിനെ ബോധ്യപ്പെടുത്തും. എന്താണ്? ഞാനൊരു നോമ്പുകാരനാണ്, ഞാൻ തെറ്റായി ചിന്തിച്ചാൽ എൻ്റെ നോമ്പ് മുറിയും. അതുകൊണ്ട് തന്നെ തെറ്റായ വിചാരങ്ങൾ മനസ്സിൽ വരുമ്പോൾ അവൻ ഉടനെ നല്ലത് ചിന്തിക്കും. അല്ലാത്ത നോമ്പൊന്നും നോമ്പായി സ്വീകരിക്കപ്പെടില്ല. വിശപ്പ് ദാഹം സഹിച്ചത് കൊണ്ട് മാത്രം നോമ്പ് കിട്ടൂല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര നോമ്പുകാരാ, ഓർക്ക് വിശപ്പും ദാഹവും അല്ലാതെ മറ്റൊന്നും കിട്ടണില്ല. യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും മാത്രം സഹിക്കലല്ല നോമ്പ്. ശരീരത്തിലെ ഏറ്റവും പ്രധാന ഭാഗമായ മനസ്സിനെ തെറ്റുകളിൽ നിന്ന് പിടിച്ചു നിർത്തലാണ് യഥാർത്ഥത്തിലുള്ള നോമ്പ്. അതിനുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ കണ്ണിനെ തെറ്റായ നോട്ടത്തിൽ നിന്ന് കണ്ണിനെ പിടിച്ചു നിർത്തും. കാതിനെ തെറ്റായ കേൾവികളിൽ നിന്ന് പിടിച്ചു നിർത്തും. അതുപോലെ നാവിനെ തെറ്റായ സംസാരങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തും നോമ്പുകാരന്. ഇത് മാത്രം മതിയോ? പോരാ. മനസ്സിനെ തെറ്റായ ചിന്തകളിൽ നിന്നും പിടിച്ചു നിർത്തണം. അവിടെയാണ് നോമ്പ് പൂർണ്ണമാവുകയുള്ളൂ. ഇങ്ങനെ മനസ്സിനെ തെറ്റായ ചിന്തകളിൽ നിന്നും പിടിച്ചു നിർത്തി ബോധപൂർവം നല്ലത് ചിന്തിക്കുവാനുള്ള കഴിവ് മനുഷ്യൻ്റെ മനസ്സിനെ ഉണ്ടാക്കിയെടുക്കലാണ് യഥാർത്ഥത്തിലുള്ള നോമ്പ്. അസ്യാമു ജുന്നത്തുൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയാണ്. എന്താണ് പരിചയുടെ പ്രത്യേകത?
നമുക്ക് എന്താ പരിചയുടെ പ്രത്യേകത? യുദ്ധക്കളത്തിൽ ശത്രുവിൻ്റെ വെട്ട് തടുക്കാനുള്ള ഉപകരണമാണ് പരിച. ഈ പരിചയോടാണ് യഥാർത്ഥത്തിൽ നോമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചിട്ടുള്ളത്. ശത്രുവിൻ്റെ വെട്ട് തടുക്കാൻ യുദ്ധക്കളത്തിൽ ഏതു പ്രകാരം പരിച സഹായിക്കുന്നോ അതുപോലെ പിശാചിൻ്റെ ദുർബോധനങ്ങളെയും മറ്റും തടുക്കാൻ നോമ്പിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അസ്സുയാമു ജുന്നത്തുൻ, നോമ്പ് എന്താണ്? ഒരു പരിചയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറയാനുള്ളത്, നോമ്പ് എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാനുള്ള ട്രെയിനിങ് ആണ് എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്, നോമ്പ് റമളാൻ മാസത്തിലാണ് നോമ്പ് എന്ന് നമുക്കറിയാം. റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണെന്നറിയാം. അതുപോലെ തന്നെ നോമ്പിൻ്റെ സമയം നമുക്ക് റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നും നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. മനുഷ്യന് സത്യാസത്യ വിവേചകം, സത്യവും അസത്യവും തിരിച്ചറിയുവാനുള്ള വിവേചകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ കലാമായിട്ട്, അള്ളാന്റെ സംസാരമായിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഏത് മാസം? റമദാൻ മാസം. വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും വിശുദ്ധ ഖുർആൻ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങുകയല്ല ചെയ്തത്, മറിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും വിശുദ്ധ ഖുർആൻ, ഒരു പ്രത്യേക ടേം ഉണ്ട്, ആ ടേം ഞാൻ മറന്നുപോയി, ആ ഒരു പ്രത്യേക ഇതിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും അവിടെ നിന്ന് അല്പാൽപമായിട്ട് സന്ദർഭത്തിനനുസരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുകയുമാണ് ചെയ്തത്. ഇത് റമദാൻ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. മൂന്നാമത്തെ പോയിന്റായിട്ട് പറയുവാനുള്ളത്, മനുഷ്യന് ഏറ്റവും കൂടുതൽ നന്മകൾ സമ്പാദിക്കുവാനുള്ള ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ ഉള്ള മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം. നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കേവലം 60-70 വർഷത്തെ ജീവിതമാണ്. 70 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 60-70 അടുത്താണ്. ഉദാഹരണമായിട്ട് 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 30 വർഷം അവൻ്റെ ഉറക്കവും വിശ്രമവുമായിട്ട് പോകും. എങ്ങനെയാ? ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. ഏകദേശം 12 മണിക്കൂർ രാവും, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, 12 മണിക്കൂർ പകലുമാണ്. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത്, അറിയാലോ. അപ്പം 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിക്കൂർ, ഏകദേശമാണ്, വ്യത്യാസങ്ങൾ വരാം, ഏകദേശം 12 മണിക്കൂർ മാത്രമാണ് നമുക്ക് ആക്റ്റീവായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം 60 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ നേർപകുതിയാണ് ആക്റ്റീവായിട്ടുള്ള സമയം 12 മണിക്കൂർ, അല്ല 30 വർഷം. 60 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് ആക്റ്റീവായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 30 വർഷമാണ്, കേവലം 30 വർഷം. ഈ 30 വർഷത്തിൽ എന്തൊക്കെ കഴിയണം? അവൻ്റെ പഠനം കഴിയണ്ടേ? പഠന സമയം എന്ന് പറഞ്ഞാൽ 25 വർഷം, അതിൻ്റെ രാവ് അല്ലെങ്കിൽ രാത്രി കഴിച്ചാൽ 12.5 വർഷം പഠനമായിട്ട് പോകും. 12 വർഷം അല്ലേ? അപ്പം 30 വർഷത്തിൽ നിന്ന് 12 വർഷം അങ്ങോട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര? 18 വർഷമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യന് ബാക്കിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. വകതിരിവില്ലാതെ നടന്ന കുറേ കാലഘട്ടം ഉണ്ടാവും. നമ്മളെ ഓരോരുത്തരെയും പരിശോധിച്ചാൽ മതി, നമുക്ക് വകതിരിവില്ലാതെ ജാഹിലിയത്തിലുള്ള ഒരുപാട് കാലഘട്ടം ഉണ്ടാവും അല്ലേ? പിന്നെ നമ്മുടെ പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന കുറേ കാലഘട്ടം, അത് വേറെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മെനക്കെടും. ആ ജോലി ഉത്തരവാദിത്തം, വിവാഹം, കുട്ടികൾ, കുടുംബം, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഒരുപാട് സമയങ്ങൾ ബാക്കി വെക്കുക. അപ്പോൾ അനശ്വരമായിട്ടുള്ള സ്വർഗ്ഗലോകം നേടിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയം എത്രയോ കുറവാണ്. നിങ്ങൾ ഒരു ദിവസം എടുത്തു നോക്ക്. സുബഹി എത്ര സമയം? 10 മിനിറ്റ് വരെ. ളുഹർ 10 മിനിറ്റ്, ആവറേജ് ആയിട്ട് പറയുന്നത്, അങ്ങോട്ടും കൊണ്ട് വ്യത്യാസം ഉണ്ടാകാം. അസർ 10 മിനിറ്റ്, മഗ്‌രിബ് 10 മിനിറ്റ്, ഇശാ 10 മിനിറ്റ്. എത്ര മിനിറ്റ് ആയി? 50 മിനിറ്റ്. സുന്നത്തൊക്കെ കൂടായ 1 മണിക്കൂർ. 24 മണിക്കൂറിൽ നിസ്കാരം മാത്രം നമുക്ക് 1 മണിക്കൂർ നമ്മൾ ചെയ്യണുള്ളൂ. അത് ചെയ്യുമ്പോഴേക്കും നമ്മളെ വിചാരം നമ്മളാണ്ട് സ്വർഗത്തേക്ക് എത്തിയെന്ന, മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ കർമ്മങ്ങൾ നമ്മൾ എടുത്തു നോക്ക്. വളരെ കുറഞ്ഞ സമയം മാത്രമേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കണുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനശ്വരമായ സ്വർഗ്ഗലോകമാണ്. അതാലോചിക്കണം. അനശ്വരമായ പറഞ്ഞാൽ എത്രയോ കാലം, അനശ്വരം എന്ന് പറഞ്ഞാൽ പിന്നെ കാലം
എന്താ പറയുക, കാലാകാലമാണ്. കാലാകാലം കിട്ടുന്ന സ്വർഗം നേടിയെടുക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉമ്മത്തിൻ്റെ കാര്യങ്ങൾ, മനുഷ്യൻ്റെ കാര്യങ്ങൾ പടച്ചോൻ അറിയാം. അപ്പോൾ അത് പടച്ചോന് ചെറിയ ഷോർട്ടായിട്ട് പിടിക്കാനുള്ള ചില അവസരങ്ങൾ നമ്മളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിൽ ഒരു റക്കഅത്ത് നമസ്കരിച്ചാൽ 1000 റക്കഅത്ത് നമസ്കരിച്ചതിൻ്റെ അതേ പ്രതിഫലം ലഭിക്കും. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള സമയമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റമദാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം, റമദാൻ മാസം മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള പരിശീലനം നൽകുന്ന മാസമാണ്. രണ്ടാമത്തെ പോയിന്റ്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം. അപ്പോൾ അതിൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പോയിന്റ് കിട്ടിയത് ബൈത്തുൽ ഇസ്സയിലേക്കാണ് കേട്ടോ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഞാൻ നേരത്തെ സംസാരത്തിൽ സൂചിപ്പിച്ചില്ല, ഒരു ടൈം അത് മറന്നുപോയി എന്നുള്ളത്. അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. ആ വിശുദ്ധ ഖുർആന് ലൗഹുൽ മഹ്ഫൂദ്, ആ ലൗഹുൽ മഹ്ഫൂദ് അള്ളാഹുവിൻ്റെ സംരക്ഷിത ഫലകം എന്നാ പറയാ. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്കാണ് വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. എന്നിട്ട് അവിടെ നിന്ന് കുറേശ്ശെ ആയിട്ട് സന്ദർഭത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അവതരിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങി. അപ്പോൾ റമദാൻ മാസത്തിൽ മാത്രമാണ് വിശുദ്ധ ഖുർആൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സംരക്ഷിത ഫലകമായിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം. അത് മുഴുവനായിട്ട് അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദർഭത്തിനനുസരിച്ച് കുറേശ്ശെ ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടു. അല്ല, വിശുദ്ധ ഖുർആൻ ഒന്നായിട്ട് നബിക്ക് എഴുതി കൊടുത്തതല്ല. മൂസാ നബിക്ക് ഒന്നായിട്ടൊരു ഏടുകളാക്കിയിട്ടാണ് ഗ്രന്ഥം കൊടുത്തത്, ഒന്നായിട്ട് എഴുതി കൊടുത്തതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെയല്ല കിട്ടിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദർഭത്തിനനുസരിച്ച് കിട്ടുക. നബി പലപ്പോഴും വഹി വരാൻ വേണ്ടിയിട്ട് കാത്തുക്കുമായിരുന്നു. എന്നിട്ട് വഹി വന്നതിന് ശേഷം പറയില്ലേ, സന്ദർഭത്തിനനുസരിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിൻ്റെ മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. നമുക്ക് ഷോർട്ടിൽ പിടിക്കുക എന്ന് പറയില്ല, ഓഫറുകൾ, മെഗാ ഓഫറുകൾ, വമ്പൻ ഓഫറുകൾ, വമ്പിച്ച ഓഫർ എന്നൊക്കെ പറയാം. അതായത് ഒരു ദിവസം ലൈലത്തുൽ ഖദർ ആണെങ്കിൽ ഒരു റക്കഅത്ത് നമ്മൾ നിസ്കരിച്ചാൽ 1000 ദിവസം ഒരു റക്കഅത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. അതാണ് 1000 ദിവസം പറഞ്ഞാൽ എത്ര വർഷം നിങ്ങൾക്കറിയോ? 83 വർഷമാണ് 1000 ദിവസം എന്ന് പറയാം. ആ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ നമ്മളൊരു 4 റക്കഅത്ത് ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ നിയ്യത്ത് വേണം കേട്ടോ. ആ നിയ്യത്തോട് കൂടിയിട്ട് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അതിൻ്റെ പ്രതിഫലം നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 4 റക്കഅത്ത് നമസ്കരിക്കുകയാണെങ്കിൽ 83 വർഷം 4 റക്കഅത്ത് നമസ്കരിച്ച കൂലിയ പടച്ചോൻ തരിക. 83 വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആയുസ് ഉണ്ടാവില്ല, നമ്മൾ 60-ആം വയസ്സിൽ 70-ആം വയസ്സിലൊക്കെ മരിച്ചു ഉണ്ടാവും. ഒറ്റയടിക്കാണ് 83 വർഷം. അതുകൊണ്ടാണ് ഷഹീദായിട്ടുള്ള ഒരു സഹാബി, ആ സഹാബി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് മറ്റു സഹാബികൾ വിചാരിച്ചത്. പക്ഷെ പരലോകത്ത് എത്തിയപ്പോൾ എന്താണ് അവസ്ഥ? ഷഹീദായിട്ടുള്ള സഹാബി രണ്ടാമതാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം ആ ഷഹീദായി രക്തസാക്ഷിയായി മരിച്ചു വീണ സഹാബിക്ക് പിറ്റേ വർഷം മരിച്ച വേറൊരു സഹാബിയാണ് ആദ്യം സ്വർഗത്തിൽ കയറിയത്. ആ വിവരം സഹാബാക്കൾ അറിഞ്ഞപ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല ഷഹീദല്ല ആദ്യം സ്വർഗത്തിൽ കയറുക, അതാണ് മറ്റേ സഹാബിയാണല്ലോ ആദ്യം സ്വർഗത്തിൽ കയറിയേ, ഷഹീദായ ആൾ രണ്ടാമതാണല്ലോ സ്വർഗത്തിൽ കയറിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ? ഈ രണ്ടാമത് മരിച്ച സഹാബിക്ക് ഒരു റമദാൻ അധികം കിട്ടിയില്ലേ. ഒരു റമദാൻ പറഞ്ഞാൽ ചില്ലറ കിട്ടലൊന്നുമല്ല. ഒരു റമദാൻ പറഞ്ഞാലേ ലൈലത്തുൽ ഖദറിന്റെ രാവ് ഇങ്ങോട്ട് കിട്ടിയാലേ ഒരു റക്കയത്തിനെ 1000 മാസം 83 വർഷം ഒരു റക്കയത്ത് നിസ്കരിച്ച കൂലിയ. സുബൈ 2 റക്കയത്ത് കിട്ടിയാലേ, അല്ലെങ്കിൽ എശാ 4 റക്കയത്ത് കിട്ടിയാലേ 83 വർഷം 4 റക്കയത്ത് നമസ്കരിച്ച കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അതാണ് ഞാൻ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. ഇനി നാലാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, റമദാൻ മാസം എന്ന് പറയുന്നത് നന്മകൾ വാരിക്കൂട്ടുവാനുള്ള മാസവും നരകത്തിയിൽ നിന്ന് മനുഷ്യനെ വർഷങ്ങളോളം ദൂരങ്ങളോളം അകറ്റുന്ന മാസവുമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. നന്മകൾ വാരിക്കൂട്ടാനുള്ള മാസം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? മനുഷ്യന്മാരെ എങ്ങനെങ്കിലും പിടിച്ച് സ്വർഗത്ത് കാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, നമ്മളോട് കാരുണ്യമുള്ള പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ല, എങ്ങനെങ്കിലും മനുഷ്യരെ നരകത്തിലാക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്ങനെങ്കിലും മനുഷ്യന്മാരൊന്ന് സ്വർഗത്തിൽ ആക്കുന്നത്, അതിന് അല്ലാഹു ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? ഒരാൾ ഒരു നന്മ ചെയ്താൽ ഇരട്ടിക്ക് കൂലി കൊടുക്കും.
ഒരരട്ടി, രണ്ടരട്ടി, മൂന്നരട്ടി, ഒന്നല്ല 700 ഇരട്ടി വരെ കൂലി കൊടുക്കുക. അതാണ് അവൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് അവന് ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് നിഫാക്കില്ലാതെ റിയാ ഇല്ലാതൊക്കെ ചെയ്യുന്ന അമലേക്ക് അള്ളാഹ് 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കുകയും. ഒന്ന് ആലോചിച്ച് നോക്കി, 700 ഇരട്ടി വരെ. എന്നാൽ ഒരു തെറ്റിന് അതിൻ്റെ ശിക്ഷ മാത്രമേ കൊടുക്കുള്ളൂ. മനസ്സിലായോ? എന്നിട്ട് ഈ ചങ്ങായിമാർ മനുഷ്യന്മാർ നരകത്ത് പോകുന്നുണ്ടെങ്കിൽ പിന്നെ പടച്ചോനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മക്ക് 700 ഇരട്ടി പ്രതിഫലം, ഒരു തിന്മക്ക് അതിൻ്റെ ശിക്ഷ മാത്രമേ കൊടുക്കുള്ളൂ. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചേ എന്നിട്ട് ആ നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന് പ്രതിഫലം കൊടുക്കുകയെ. വേറെ ആരെങ്കിലും അങ്ങനെ കൊടുക്കുമോ? അള്ളാഹിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ച് പടച്ചോനെ അടുത്ത എന്തായാലും ഉംറക്ക് പോകണം, അടുത്ത റമദാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകണം, അതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി, പൈസ ഒന്നുമില്ല എങ്കിലും എന്ത് ചെയ്യാണ്, കുറേശ്ശെ കുറ്റിയിലൊക്കെ ഇട്ട് വെച്ച് പൈസ കുറേശ്ശെ ആയിട്ട് ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കി ഒക്കെ നോക്കുമ്പോൾ ആ സമയത്ത് അള്ളാഹിൻ്റെ ഖളായിൽ ഒന്ന് ബൈക്കിൽ നിന്ന് മറിഞ്ഞ് വീണ് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പിലായി. അപ്പോൾ അവന് ആ വർഷം പോകാൻ സാധിച്ചില്ല, അവൻ തളർന്ന് കിടപ്പിലായി. അപ്പോൾ അവൻ്റെ മനസ്സിങ്ങനെ പെടയാണ്, പടച്ചോനെ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ച് ഉംറക്ക് പോകാൻ പറ്റിയില്ല, തളർന്ന് കിടപ്പിലായല്ലോ, വണ്ടിമെന്ന് ആക്സിഡൻ്റ് ആയിട്ട് എണീക്കാൻ വയ്യല്ലോ എന്ന്. പക്ഷെ അതിന് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉംറ ചെയ്ത് പ്രതിഫലം കൊടുക്കുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിൻ്റെ നിയ്യത്ത് ശരിയാണ് കേട്ടോ. മാത്രമല്ല ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് വിചാരിച്ചോ, ആ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അള്ളാഹിനെ പേടിച്ചിട്ട് തെറ്റ് ചെയ്യാതിരുന്നാൽ അതും ഒരു നന്മയാക്കിയിട്ട് പടച്ചോ രേഖപ്പെടുത്തും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പടച്ചോൻ്റെ കാരുണ്യം. ഒരു നന്മ ചെയ്താൽ 700 ഇരട്ടി കൂലി. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവന് പ്രതിഫലം, ആ നന്മ ചെയ്തതായിട്ട് പരിഗണിക്കും. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് പടച്ചോനെ പേടിച്ച് ചെയ്തില്ലെങ്കിലും അതൊരു നന്മയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. മനസ്സിലായില്ലേ? അപ്പം നന്മകൾ ഏറ്റവും കൂടുതൽ വാരിക്കൂട്ടാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം എന്ന് പറയുന്നത്. 700 ഇരട്ടിയൊന്നും ആയിരിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന് എത്ര ഇരട്ടി കൂലി കിട്ടുക? 27 ഇരട്ടി കൂലി. സാധാ നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി കൂലിയാണ് ഒരു ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ. എന്നാൽ റമദാൻ മാസത്തിൽ ഒരു ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി കൂലി വേറെയുണ്ട്. അപ്പോൾ ഒരിക്കലും കളയരുത്. മനസ്സിലായി? ആ നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരു സുവർണ അവസരമാണ് ഏത്? നോമ്പ് എന്ന് പറയുന്നത്. ജമാഅത്ത് നമസ്കാരം ഒരിക്കലും കളയരുത്. അതേപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ 30 ദിവസം 30 ജുസ് നിയത്താക്കുക. ഒരു ദിവസം ഒരു ജുസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 40 പേജാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഓരോ ഭക്തനും ഒരു 20 പേജ് വെച്ചിട്ട് ഓതിയാൽ ഒരു ജുസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഖുർആൻ പാരായണത്തിനൊക്കെ പ്രത്യേകത, വെറുതെ ചൊല്ലുന്നതിനും കൂലിയുണ്ട്. വെറുതെ ഖുർആൻ്റെ പാരായണത്തിന് പോലും കൂലിയുണ്ടല്ലോ. മാത്രമല്ല അലിഫ് ലാം മീം അത് ഒരു വാക്കല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് മൂന്ന് ഹർഫുകൾ എന്ന് പറയുന്നത് 3 പ്രതിഫലമാണ് അതിന് കിട്ടുക. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ ഒറ്റ പ്രതിഫലമല്ല, അലിഫിന് ഒരു പ്രതിഫലം, മീമിന് വേർന്ന്, ലാമിന് വേർന്ന്, മീമിന് വേർന്ന്, അലിഫ് ലാം മീം 3 പ്രതിഫലം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പിന്നെ ദിക്റുകൾ, ദുആകളൊക്കെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന, യാത്രക്കാരൻ്റെ പ്രാർത്ഥന, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, മക്കളുടെ സാന്നിധ്യത്തിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പം നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതുപോലെ ദിക്റുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, വെറുതെങ്കിലും പറയാം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്രയിൽ ഇങ്ങനെ പോയിരിക്കും, ആ യാത്രയിൽ പറയാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. മാത്രമല്ല പിന്നെ കലിമത്താനി ഖഫീഫത്താനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച് ഓർക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം ഇതാണ്, കലിമത്താനി 2 കലിമത്തുകൾ. അതിൻ്റെ പ്രത്യേകത എന്താ? നാവിന് ലഘുവായതാണ്, എന്നാൽ മീസാനിൽ കനം തൂങ്ങും. അതേതറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. അത് ആ ദിക്റുകൾ നമ്മൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. വെറുതെ നടക്കുമ്പോൾ, പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ചെല്ലുക സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. അതിന് ആദ്യം എന്ത് ചെയ്യണം അറിയാം? മനസ്സിനെ പാകപ്പെടുത്തണം, മനസ്സിലത് ഓർമ്മ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. അതേപോലെയുള്ള ദിക്റുകൾ, ദുആകൾ, പിന്നെ സ്വദഖകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ റമദാനൊക്കെ ആകുമ്പം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ സ്വദഖ ചെയ്യുന്ന ആളായിരുന്നു എന്നാ സ്വദഖകൾ. പിന്നെ സ്വദഖ കൊടുത്തു വെച്ചിട്ട് ആരും ദരിദ്രന്മാരൊന്നും ആവില്ല. സ്വദഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ എന്ത് ചെയ്യും? അത് വർദ്ധിപ്പിച്ചു തരും. നമ്മൾ എത്ര സ്വദഖ കൊടുക്കുന്ന അനുസരിച്ച് അതിന് ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വർദ്ധിപ്പിച്ചു തരും നമുക്ക്. അതേപോലെ ഖുർആൻ പാരായണം, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അമലുകൾ, പാവങ്ങളെ സഹായിക്കലടക്കമുള്ള നല്ല നല്ല അമലുകൾ ചെയ്യാനുള്ള ഒരു മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് കുറേ സംസാരിക്കണം എന്നുണ്ട്, പക്ഷേ നമ്മളെ വീട്ടിലെത്താത്തതുകൊണ്ട്, അങ്ങാടിയിലായതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഞാൻ ചുരുക്കുന്നത്. അപ്പോൾ ഓക്കെ, പഠിച്ചവനെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ മനസ്സിലാക്കിയതും കേട്ടതും പഠിച്ചതും അറിഞ്ഞതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗലോകത്തേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും കടങ്ങൾ ഹലാലായ മാർഗ്ഗത്തിലൂടെ വീട്ടാനുള്ള തൗഫീക്ക് നൽകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ ഒക്കെ പ്രയാസപ്പെടുന്ന പിഞ്ചുമക്കളടക്കമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ അർത്ഥത്തിലുള്ള സമാധാനം നൽകുമാറാവട്ടെ. അവരിലെ ഷഹീദന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുവാനും റമദാൻ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി നാഥൻ അനുഗ്രഹിക്കുമാറാട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ രാവുകൾ ഇഅ്തികാഫിൽ മുഴുകുവാനും പരമാവധി പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.